സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഹോട്ട് മിൽക്ക് കേക്കാണ്. നല്ല രുചിയുള്ളൊരു കേക്കാണിത്. പഞ്ഞി പോലെ സോഫ്റ്റും മോയിസ്റ്റുമാണ്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. കാരണം ഇത് തയ്യാറാക്കാൻ ബീറ്ററോ അവനോ ഒന്നും വേണ്ട. ഒരു മിക്സിയിൽ ബാറ്റർ റെഡിയാക്കിയിട്ട് ഒരു പാനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനിൽ തയ്യാറാക്കേണ്ടവർക്ക് ആ ഒരു രീതിയിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് തയ്യാറാക്കാനുള്ള പാന് അല്ലെങ്കിൽ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഡയറക്റ്റ് പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് വേണമെങ്കിൽ കേക്ക് തയ്യാറാക്കാം. അതല്ലെങ്കിൽ പാനിനുള്ളിൽ കേക്ക് ടിൻ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് അതിനുള്ളിൽ കേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഡയറക്റ്റ് പാനിലേക്ക് ഒഴിച്ചുള്ള കേക്ക് റെസിപ്പികൾ പലതും ഞങ്ങൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പാനിനുള്ളിൽ കേക്ക് ടിൻ വെച്ചുള്ള രീതിയിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ഈ ഒരു ചെറിയ ടിന്ന് പാനിൽ വെച്ചാണ് ഞാൻ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ടിന്നിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് തയ്യാറാക്കാൻ ഇതുപോലത്തെ ടിന്ന് വേണമെന്നൊന്നുമില്ല. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒരു ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം മതി. കേക്കിൻ്റെ പേര് തന്നെ ഹോട്ട് മിൽക്ക് കേക്ക് എന്നാണ്. നല്ല ചൂട് പാലൊഴിച്ചാണ് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്കുള്ള പാല് തിളപ്പിക്കാം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നെയ്യൊന്നും മാറ്റാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി തിളച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഉരുക്കിയെടുക്കാം. ബട്ടറും കൂടി ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് പൊങ്ങി തിളച്ച് വരുന്ന സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 മുട്ട. ഇതാദ്യം മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ പൾസ് ബട്ടൺ യൂസ് ചെയ്താണ് അടിച്ചെടുക്കേണ്ടത്. 2 സെക്കൻഡ് വീതം പൾസ് ബട്ടൺ അമർത്തി 10 പ്രാവശ്യം അടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 10 പ്രാവശ്യം കൂടി അടിച്ചെടുക്കാം. വിനെഗർ ചേർക്കുന്നത് ഓപ്ഷനിലാണ്. വിനെഗർ ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ മണമൊന്നും ഒട്ടും വരില്ല. വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇത് ഫസ്റ്റ് സ്പീഡിലിട്ട് 30 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇതുപോലെ ഒന്നുകൂടൊന്ന് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് വീണ്ടും അടിക്കണം. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാകെ ചേർത്ത് അടിക്കാതെ 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് അടിച്ചെടുക്കാം. ഞാനിവിടെ 3 തവണയായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്റർ ഇതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബോളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1/2 കപ്പ് മൈദ, വെയിറ്റ് 62 ഗ്രാംസ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പറ്റുമെങ്കിൽ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ച് മിക്സ് ചെയ്താൽ നല്ലതാണ്. ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ അരിപ്പയിലൂടെയാണ് അരിച്ച് ബാറ്ററിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാകെ ചേർക്കാതെ 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ചേർക്കാം. ഇനി ഇത് സാവധാനത്തിൽ മിക്സ് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് പൊടി ഒന്നാകെ ചേർത്ത് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. മാത്രമല്ല അതിനുള്ളിൽ മൈദയുടെ ചെറിയ ചെറിയ കട്ടകൾ കിടക്കും. അപ്പോൾ ഈവനായിട്ട് മിക്സായി കിട്ടില്ല. ഈ സമയത്ത് നമ്മൾ പാല് ചേർക്കാതെയാണ് പൊടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വല്പം തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ബാറ്റർ കിട്ടുന്നത്. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ട് പൊടി മുഴുവൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കുന്നത്. ഇനിയാണ് ഇതിലേക്ക് ഹോട്ട് മിൽക്ക് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന പാല് ഇതിലേക്ക് ചേർക്കാം. പാല് തണുത്തൊന്നും പോയിട്ടില്ല. നല്ല ചൂടോടുകൂടി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പാലും ഒന്നാകെ ചേർക്കരുത്. 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴും ഫോൾഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടി മുഴുവൻ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഹോട്ട് മിൽക്ക് ചേർക്കാവൂ.
അപ്പോൾ ഇതിൽ ചൂട് പാല് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ബേക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഈവനായിട്ട് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പൊടി മുഴുവൻ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ പാല് ചേർത്ത് തുടങ്ങാവൂ. ഇപ്പോൾ ഞാൻ പാല് മുഴുവൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കേക്ക് ടിന്നിന് പകരം ചെറിയൊരു ടിഫിൻ ബോക്സ് ഉപയോഗിച്ചാലും മതി. അതല്ലെങ്കിൽ ഡയറക്റ്റ് പാനിലേക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇത് കുറച്ച് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളയാം. ബേക്ക് ചെയ്യാനായി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും വയ്ക്കണം. ഞാനിത് ഇതുപോലെ ഒരു അടപ്പാണ് വയ്ക്കുന്നത്. ഇതിന് മുകളിലായിട്ട് കേക്ക് ടിൻ വയ്ക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി ഇതിനുള്ളിൽ ചൂട് കയറി തുടങ്ങിയെന്ന് മനസ്സിലാവുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇടാം. അതിനുശേഷം 15 തൊട്ട് 25 മിനിറ്റ് വരെ എടുക്കും കേക്ക് ബേക്കായി കിട്ടാൻ. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ബർണറിൻ്റെ സൈസ് അനുസരിച്ച് ഈ ഒരു സമയം മാറും. ചിലപ്പോൾ ഇതിലും കുറഞ്ഞ സമയത്തിൽ ബേക്കായി കിട്ടാം, ചിലപ്പോൾ ഇതിലും കൂടുതൽ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. എനിക്കിവിടെ ഒരു 25 മിനിറ്റിലാണ് കേക്ക് റെഡിയായി കിട്ടിയിരിക്കുന്നത്. സൈഡിലൊക്കെ ചെറിയ ബ്രൗൺ കളർ കാണാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കി ഇത് ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചെറിയ പൊടികളുണ്ട്, മാവിൻ്റെ ഒട്ടലൊന്നുമില്ല. ബേക്കായ കേക്കിൻ്റെ പൊടികളാണ് ഇതിൽ പറ്റിയിരിക്കുന്നത്. അപ്പോൾ കേക്ക് ഇവിടെ പെർഫെക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചൂടൊന്ന് മാറിയപ്പോൾ കേക്ക് ടിന്നിൽ നിന്നും കേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതേ രീതിയിലൊരു കേക്ക് അവനിൽ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കേക്കിൻ്റെ 3 ഇരട്ടി അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മുട്ട ഒരുമിച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചാൽ പുറത്ത് പോകും. അതുകൊണ്ട് അത് ഓരോന്നായിട്ട് അടിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ വലിയ ജാറിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കേക്ക് ടിന്നിലേക്ക് കേക്ക് ബാറ്റർ ഒഴിക്കാം. 170 ഡിഗ്രി സെൽഷ്യസ് അതല്ലെങ്കിൽ 335 ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായി വയ്ക്കുക. 55 തൊട്ട് 60 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്കായി കിട്ടാൻ. എനിക്കിവിടെ 55 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇതും നല്ല പെർഫെക്റ്റായി തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാനിൽ തയ്യാറാക്കിയ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. അൾട്രാ മോയിസ്റ്റ് കേക്കാണ്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൊണ്ട് തയ്യാറാക്കുന്നതിലും കൂടുതൽ ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. നല്ല സ്പഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അവനിൽ തയ്യാറാക്കിയ കേക്ക് മുറിച്ച് നോക്കാം. മിക്സിയിലാണ് ബാറ്റർ തയ്യാറാക്കിയതെങ്കിലും ഉള്ളിൽ ഒത്തിരി എയർ ഒന്നും കയറിയിട്ടില്ല, വലിയ ഹോൾസ് ഒന്നുമില്ല. നല്ല ഈവൻ ടെക്സ്ചറിലാണ് കേക്ക് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ഭംഗിക്കാണ് കേക്ക് റെഡി ആയിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ അളവിലും ചെറിയ അളവിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വലിയ കേക്ക് ഉണ്ടാക്കി വേസ്റ്റ് ആകും, അല്ലെ അത്രയും കേക്ക് വേണ്ടാത്തവർക്കൊക്കെ ഇതുപോലെ ചെറിയ അളവിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു കേക്ക് ഫ്ലോപ്പ് ആവത്തേ ഇല്ല. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. കേക്ക് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.